എനിക്ക് ഉറപ്പ് തരുമെങ്കിൽ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകുമെങ്കിൽ, അതെ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ലോകത്തിന്റെ ഗുരു റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് എന്ന് പറയുന്നത് എല്ലില്ലാത്ത സാധനമാണ്. അള്ളാഹു അതിനെ ഭദ്രമാക്കിയിട്ട് കാണുന്നില്ലേ നിങ്ങൾ? വായ എന്ന് പറയുന്ന ഒരു ഗുഹക്കുള്ളിൽ കിടക്കുന്ന സിംഹത്തിന്റെ സ്വരൂപമാണ് അതിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരു ഗുഹയുടെ ഉള്ളിൽ സിംഹം ഇരിക്കുന്നത് പോലെ നമ്മുടെ നാവിരിക്കുകയാണ്. അതിന് ഭദ്രമായ ഒരു കവചം അല്ലാഹു നിർമ്മിച്ചു. അതാണ് പല്ല്. അതിന്റെ അപ്പുറത്ത് അതിനെ മൂടുന്ന ചുണ്ടുകളെയും അല്ലാഹു നിർമ്മിച്ചു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് സൂക്ഷിച്ചു വേണേ നീ സംസാരിക്കണം എന്ന് നിന്റെ സൃഷ്ടിപ്പിലൂടെ തന്നെ നിനക്ക് മനസ്സിലാക്കി തന്ന ജഗനിയന്താവായ അള്ളാഹു മലക്കുകളെക്കാൾ നിങ്ങളെ ഉയരാൻ വേണ്ടി അനുവദിച്ച അവയവമാണ് നാവ്. അതുപോലെ തന്നെ പട്ടിയേക്കാളും ചാവാളി പട്ടികളെക്കാൾ അധപ്പതിപ്പിക്കാൻ കാരണവും നാവ് തന്നെയാണെന്ന് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര പൂനബിയുടെ സുന്ദരമായ വചനങ്ങളല്ലേ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് കേൾപ്പിച്ചതല്ലേ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അതുകൊണ്ടല്ലേ മലക്ക് മുഖറബായ മലക്ക് ജിബ്രീലിന്റെയും മേലെയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉയർന്നു പോയതാ. നാവിന്റെ കാഠിന്യമല്ലേ മറ്റായുധമാണോ? അല്ല. ആരോഗ്യമാണോ? അല്ല. ഒന്നുമല്ല. പുന്നാരപ്പൂനബിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ലോകത്തിന്റെ ചക്രവാളങ്ങളിലൂടെ ഗമിക്കുന്ന നന്മയുടെ വായ്ത്താരികളാണ്. സഹോദരിമാരെ, നാം ആലോചിക്കണം. ആ റസൂലുള്ളാഹിനെ മുഖറബുൽ അംലാക്കിന്റെ അപ്പുറത്തേക്കും എത്തിച്ചത് ധനിത്ത യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. മർകാലി തങ്ങൾ പാടിയതുപോലെ അതെ ബഹർ നൂറിന്റെ അഥവാ പ്രകാശമയമായ ഒരു സാഗരത്തിന്റെ അവിടെ നിന്നുകൊണ്ട് സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് തന്നെ ജിബ്രീൽ പറയുന്നു, ഇതിന്റെ അപ്പുറത്ത് എനിക്ക് സ്ഥാനമില്ല, അതിന്റെ അപ്പുറത്തേക്കാണ് അങ്ങേ അള്ളാഹു ക്ഷണിച്ചിട്ടുള്ളതെന്ന്. അങ്ങയെ കൊണ്ട് ആ നിലക്ക് അള്ളാഹു താല എത്തിച്ചത് അവിടുത്തെ നാവാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു ലൗഹുൽ മഹ്ഫൂസ്. ലൗഹുൽ മഹ്ഫൂസ് അറിയുമോ സഹോദരിമാരെ? ബറാഅത്ത് രാവിലല്ലേ ആ ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജിബ്രീൽ ഇറക്കി വെച്ചത്. ഘട്ടം ഘട്ടമായി അതിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏതൊരു പശ്ചാത്തലം ഒരുങ്ങുന്നുവോ, ഏതൊരു സന്ദർഭം വരുന്നുവോ അതിനെ സംബന്ധിച്ച് അതിന് ആ സമയത്ത് ആ സ്പോട്ടിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടി ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒന്നാം ആകാശത്തിലെ അള്ളാഹു നിർണയിച്ച പ്രത്യേക സ്ഥാനത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ ഇറക്കി വെച്ചതിന്റെ കാരണം എന്താ? ബറാഅത്ത് രാവിലല്ലേ സഹോദരിമാരെ നാം ആഘോഷിച്ചില്ലേ ആ രാവ്? വരാൻ പോകുന്ന റമദാനിന്റെ മുന്നോടിയല്ലേ അത്? റമദാനിന്റെ പുണ്യമായൊരു രാത്രിയിലല്ലേ അത്? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ രാത്രി 1000 മാസങ്ങളെക്കാൾ എന്നാണ് പറഞ്ഞത്. 83 വർഷം എന്ന് പറഞ്ഞതിനെ ഡെഫിനിറ്റ് ചെയ്തില്ല അല്ലാഹു. 1000 മാസം എന്ന് പറഞ്ഞാൽ 1000 മാസത്തിനേക്കാൾ എന്ന മിൻ എന്ന് പറയുന്ന പദം അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ചപ്പോ ചിലപ്പോ അത് 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിന്റെ പുണ്യം ഒഴുകിപ്പോകും. നമ്മൾ 83 വയസ്സ് എന്ന് പറഞ്ഞാൽ അൽഫ് മാത്രം കൂട്ടിയിട്ടാ. അവിടെ അല്ലാഹു മിൻ അൽഫി ഷഹർ, മിൻ എന്ന് പറയുന്ന അറബി പദം, മിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ദാൻ എന്ന് പറയുന്ന അതിനേക്കാൾ എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാൾ എന്ന് പറയുന്ന ആ മഹത്തായ രാത്രി, ആ രാത്രിയിൽ
ഹിറാ പർവ്വതത്തിലേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടി സജ്ജീകരിച്ചു വെച്ചില്ലേ സഹോദരിമാരെ? ഞാൻ പറഞ്ഞു വന്നത് ഈ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ഫലകത്തിൽ നോക്കിക്കൊണ്ട് അവിടെ ഒരു മനുഷ്യന് വരുന്നതും വരാൻ പോകുന്നതും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതുമെന്ന് വളരെ കൃത്യമായി അല്ലാഹു തആല ഒരു ഉമ്മയുടെ വയറ്റിൽ 4-ാം മാസത്തിൽ രേഖപ്പെടുത്തിയ രേഖയെ നിക്ഷേപിച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ് ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ വഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു പറയുന്നു കിതാബുൻ മുബീൻ ലൗഹുൽ മഹ്ഫൂദ് ആണത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു വലിയ മുസ്താദായിരുന്നു ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ എന്താ ആക്കിയതെന്നറിയുമോ? അദ്ദേഹത്തെ ആക്കി പരിശുദ്ധ ഖുർആൻ പറയുന്നു മസലുല്ലദീ കമസലിൽ കൽബ്. നായെ പോലെ അവൻ അധപ്പതിപ്പിച്ച് കളഞ്ഞു. എന്താ കാരണം? അള്ളാഹുവിന്റെ നിഗൂഢമായ രഹസ്യങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളോട് വയല് പറഞ്ഞു തന്ന ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിക്കൊണ്ട് തന്നെ വയല് പറഞ്ഞു തന്ന ബൽഅം ഇബ്നു ബഊറ എന്ന് പറയുന്ന അസാമാന്യ പണ്ഡിതനെ പട്ടിയെ പോലെ അധപ്പതിപ്പിച്ചു എന്ന് ഖുർആൻ പറയാൻ നിമിത്തമായത് എന്താണെന്ന് അറിയുമോ സഹോദരിമാരെ? മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് മൂസാ നബി? തുരിസിന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് അതേ അള്ളാഹുവിനെ എനിക്ക് കാണണമെന്ന് ആ ഒരു അഭിവാജ്ഞയിൽ അല്ലാഹു തആല അവിടുന്ന് അനുവാദം കൊടുത്തപ്പോൾ, ഓ മൂസ നീ തുരിസിന പർവ്വതത്തിലേക്ക് നടക്കണേ. നടക്കുന്ന സമയത്ത് കാല് തന്നിപ്പോകല്ലേ മൂസ, കാരണം നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നിന്റെ ഉമ്മ നിന്നെ വിട്ടു പിരിഞ്ഞു പോയി മൂസ. ഉമ്മയുടെ ദുആ അല്ലാഹു തട്ടിക്കളയില്ലെന്ന് പരിശുദ്ധമായ ഹദീസിന്റെ വചനം. ഉമ്മ നാം ആലോചിക്കണം, വലിയ വിഷയമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറയാൻ ഈ മീമിനെ അവിടെ വെച്ചതെന്തിനാണ്? ഉമ്മയുടെ പ്രാധാന്യമാണ് സഹോദരിമാരെ. ഉമ്മ എന്നല്ലേ ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്താത്ത എന്ന് വിളിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളില്. ഇത്ത എന്ന് ഉമ്മയെ വിളിക്കുന്നവരുണ്ട്. ഭാഗ്യം കിട്ടാത്തവരാണവർ. ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്തവരാണവർ. സഹോദരിമാരെ, ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഉമ്മ എന്ന് വിളിപ്പിക്കാൻ ഇന്ന് മുതൽ അവരോട് നിങ്ങൾ ഷടിച്ചു പറയണേ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഉമ്മ എന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ, മൂസാ നബിയുടെ ഉമ്മ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടി അല്ലാഹു തആല അല്ലാഹുമ്മ എന്ന് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് ഉമ്മയുടെ പ്രാധാന്യത്തെ അറിയിക്കാനാണ്. മൂസാ നബി അങ്ങനെ തൂരിസീന പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് പറഞ്ഞു, മൂസാ നിന്റെ കാല് തെന്നിപ്പോകല്ല, വീണാൽ നിനക്കിപ്പോൾ നിന്റെ യാത്രയിലും അതുപോലെ നിന്റെ സാന്നിധ്യത്തിലും അതുപോലെ യാത്രയിലും എല്ലാ സമയത്തും നിനക്ക് ദുആ ചെയ്തു തരുന്ന നിന്റെ ഉമ്മ ഇന്ന് ഇല്ല, മരണപ്പെട്ടു പോയി മൂസാ. അതുകൊണ്ട് തന്നെ ആ ഉമ്മാന്റെ ദുആ വലിയ ഔലിയാക്കളുടെ ദുആഇന് സമമാണ്. അതുകൊണ്ട് മൂസാ നീ ദുആ ചെയ്യാ, നീ എന്നെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് ആ തൂരിസീന ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയതിനു ശേഷം ഫലമ്മാ തജല്ലാ റബ്ബഹു, മൂസാ നബി തന്റെ മൂസാ നബിയുടെ റബ്ബിന്റെ ആ ജലാലിയത്ത്, ആ ശോഭ പ്രകാശം അങ്ങോട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് നിർഗളിച്ചപ്പോഴേക്ക് മൂസാ നബി ഖർറ മൂസാ സഇഖാ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, മൂസാ നബി അതാ വാടിയങ്ങ് വീണുപോയി. ആ പ്രകാശത്തിന്റെ, തന്റെ കണ്ണിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രകാശത്തിന്റെ മയത്തിൽ മൂസാ നബി വീണുപോയി. ഞാൻ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലീമാണ്. എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു തആല സംസാരിച്ച പ്രവാചകനാണ്.
അള്ളാഹുവിന്റെ കലീമായ മൂസാ നബിക്കെതിരെ ഈ ബൽഅമ ബാഉറ എന്ന് പറയുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് പ്രവചനം നടത്തുന്ന പ്രസംഗിക്കുന്ന മനുഷ്യൻ ചീത്തയങ്ങ് പറയാൻ തുടങ്ങി. പല ആരോപണങ്ങളും നടത്തി, വ്യഭിചാര ആരോപണങ്ങൾ പറയാൻ തുടങ്ങി, പല നിലക്കും ചീത്ത പറയാൻ തുടങ്ങി. മൂസാ നബി അദ്ദേഹം അംഗീകരിച്ചില്ല. തന്റെ നാവ് കമസലിൽ കൽബ്, പട്ടിയേക്കാളും മതപ്പതിച്ചു പോയി. സഹോദരിമാരെ, എത്ര ഉന്നമനായാലും എത്ര വലിയവരായാലും നാവിനെ അടക്കി വെക്കണം. അതാണ് ഞാൻ നേരത്തെ അത്രയും സുരക്ഷിതമായിട്ടാണ് നാവിനെ അല്ലാഹു തആല വെച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗീബത്ത് പറയുക, നമീമത്ത് പറയുക എന്നുള്ള കൃത്യത്തിൽ നിന്ന് ഈ നോമ്പ് നമ്മെ എന്നേക്കുമായി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതാണ് നോമ്പിന്റെ ഈ മുഖത്ത് വെച്ചുള്ള മറ്റൊരു പരിശീലനം. ഇത് തുടരണം, 11 മാസക്കാലം തുടരണം. പിന്നീട് മനുഷ്യനല്ലേ, ചിലപ്പോ ഒന്ന് ചെറിയൊരു അപാകതകൾ സംഭവിച്ച്, അല്ലെങ്കിൽ മറവി സംഭവിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിപരമായ വൈകല്യങ്ങളിലൂടെ വീണ്ടും